ഒരു മനുഷ്യജന്മങ്ങൾക്കും മാറാരോഗമോ മാരക രോഗമോ ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇന്നലെ മട്ടന്നൂർ പോയി. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങുമ്പോഴേക്ക് നല്ല പാട്ടൊക്കെ കേട്ട് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി. ആ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ പാട്ട് പാടുന്ന ആളാരാന്ന് ഞാൻ നോക്കി. അതെൻ്റെ ഒരു ഫ്രണ്ടാണ്, സന്തോഷ് കാവമ്പായി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാട്ടും അതുപോലെ തന്നെ അവിടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ വ്യക്തികൾ, സന്തോഷിന്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ പാട്ടുകാരാണ്, പാട്ട് പാടിയിട്ട് പൈസ പിരിക്കുന്നതാണ്. അപ്പൊ ഇവര് റെസ്റ്റ് ഇല്ലാണ്ട് ബക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് ഓടുന്നു, ബസ്സിലോടുന്നു, അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എന്താ സംഭവം എന്നറിഞ്ഞിട്ട് എനിക്കും ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് എനിക്ക് ചെയ്യാലോ എന്നുള്ള നിലയിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത്. സംഭവം എന്താന്ന് വെച്ചാൽ 8 വയസ്സുള്ള കുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് ആ ഒരു ചികിത്സാ സഹായത്തിനാണ് ഈ പാട്ട് പാടലും അതുപോലെ തന്നെ ബക്കറ്റ് എടുത്തിട്ട് പിരിവൊക്കെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് സന്തോഷ് കാവുമ്പായി പറയും ബാക്കി കാര്യങ്ങൾ. അതൊന്ന് കേട്ടു നോക്കാം. പ്രിയപ്പെട്ടവരെ, പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് നുച്ചിയാട് താമസിക്കുന്ന സന ഫാത്തിമ എന്ന പിഞ്ചോമനിയുടെ ചികിത്സാ ദിനം സ്വരൂപിക്കാൻ ഇവിടെ ഗുരുതരമായ ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കുഞ്ഞിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തില് ശ്രീകണ്ഠപുരം നന്മയുടെ സഹായം അഭ്യർത്ഥിച്ചതിന്റെ ഭാഗമായി നവദിന 50 മണിക്കൂർ സംഗീതയാത്ര നടത്തി വരികയാണ്. നിലവിൽ 6 ദിവസം നമ്മുടെ പരിപാടി പൂർത്തിയായപ്പോൾ 1,28,700 രൂപ നമ്മുടെ കൈവശമുണ്ട്. നമ്മുടെ പരിപാടി 5-ാം തീയതി ഉളിക്കലിൽ വെച്ച് സമാപനം കുറിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട് ഒരു 2 ലക്ഷത്തിന് മുകളിലേക്ക് നമുക്ക് കൈമാറാൻ സാധിക്കണം. ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് നല്ലൊരു തുക ആ ചികിത്സാ കമ്മിറ്റിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട് നല്ലൊരു തുക ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറാം. എല്ലാവരോടും സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞിന്റെ ചികിത്സാ കമ്മിറ്റിയുടെ കൺവീനർ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ സജീവ് ജോസഫ് സാറാണ്. അപ്പൊ നമുക്ക് അദ്ദേഹം സമക്ഷം നമുക്ക് നല്ലൊരു തുക 2 ലക്ഷത്തിന് മുകളിലേക്ക് ശ്രീകണ്ഠപുരം നന്മയിലൂടെ നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും. ഇന്നത്തോടുകൂടി ഇന്നൊരു ഏകദേശം ഒരു 10-20 കോടി രൂപ വൈകിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് 1.5 ലക്ഷത്തിന് മുകളിലേക്ക് എത്തും. നാളെ ഇരിട്ടിയിലാണ് പ്രോഗ്രാം ഉണ്ടാവുക, മറ്റന്നാള് ഉളിക്കല് സമാപനവും. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് നല്ല തുക കൊടുക്കാം. എല്ലാവരോടും സഹായം അഭ്യർത്ഥിക്കുന്നു. ആരും മടിക്കരുത്. കേവലം ഒരു 10 രൂപ വീതം നമ്മൾ സഹായിക്കാൻ തീരുമാനിച്ചാൽ 1 ലക്ഷം പേരടങ്ങിയ 10 ലക്ഷം രൂപയെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന വെറും ഒരു 10 രൂപയാണ്. ആ 10 രൂപ കൊണ്ട് ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അതിൽ പരം പുണ്യം ഈ ലോകത്ത് മറ്റെന്താണ്? ശ്രീകണ്ഠപുരം നന്മയുടെ കലാകാരന്മാരുടെ ശബ്ദത്തിലൂടെ ഒരു കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് അതിൽ പരം മറ്റെന്താണ്? അതുകൊണ്ട് എല്ലാവരും കഴിയുന്നവരെന്ന് സഹായിക്കുക. നമുക്ക് ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. നമസ്കാരം, സന്തോഷ് കാവുമ്പായിയാണ്. നമ്മുടെ ശ്രീകണ്ഠപുരം നന്മ സംഗീത കൂട്ടായ്മ എല്ലാ 2 മാസം കൂടുമ്പോഴും നമുക്ക് ചുറ്റുപാടുമുള്ള നിർധനരായ കുഞ്ഞുമക്കൾക്ക് വേണ്ടി തങ്ങൾക്ക് ജന്മസിദ്ധമായി ലഭിച്ച നമ്മുടെ ശബ്ദം നൽകി വരിക എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത് ഉളിക്കൽ പഞ്ചായത്തിലുള്ള 17-ാം വാർഡ് താമസിക്കുന്ന, ഉളിക്കൽ പഞ്ചായത്തിൽ നുച്ചിയാട് 17-ാം വാർഡ് താമസിക്കുന്ന സന ഫാത്തിമ തംസീറ ദമ്പതികളുടെ 8 വയസ്സുള്ള സന ഫാത്തിമ എന്ന കുഞ്ഞിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനുള്ള ചികിത്സ നവദിന സംഗീതയാത്രയാണ്. നിലവിലെ ഇന്ന് 7-ാമത്തെ ദിവസമാണ്. ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങളുടെ കൈവശം 1,28,700 രൂപയാണ് നമ്മുടെ കൈവശം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഇന്നത്തെ കൂടാതെ ഇന്നത്തെ കണക്ക് ഞങ്ങൾ വൈകുന്നേരം ഫേസ്ബുക്കിലൂടെ നിങ്ങൾ എല്ലാവരും അറിയും. അപ്പോൾ ഇനി 2 ദിവസമാണ് നമ്മുടെ പരിപാടിയുള്ളത്. ബുധനാഴ്ച ഫെബ്രുവരി 5-ാം തീയതി ബുധനാഴ്ച നമ്മുടെ പരിപാടി ഉളിക്കൽ വെച്ച് നടക്കുമ്പോൾ നമുക്ക് പൗരപ്രമുഖരുടെ സമക്ഷം നമുക്ക് പിരിഞ്ഞു കിട്ടിയ തുക അവിടെ വെച്ച് കൈമാറും. എല്ലാവർക്കും എല്ലാവിധ നന്മകളും സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ജലദോഷം പോലും ആർക്കും വരാതെ പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്. ഹലോ, നമസ്കാരം. ഞാൻ ഷാജി കണ്ണൂർ. നമ്മുടെ മാമ്പു മീഡിയ സുരേഷ് ഏട്ടൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുക. നമ്മുടെ ഈ 8 വയസ്സായ ഈ സന ഫാത്തിമ എന്ന ഈ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമറായിട്ട് പാവപ്പെട്ട കുടുംബമാണ്. അവർക്ക് ഒരു തരത്തിലും ഈ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് വീഡിയോ സുരേഷ് ഏട്ടൻ്റെ ഈ മാമ്പു വീഡിയോയിലൂടെ ഇതേപോലെ സഹായങ്ങൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ സന
ഫാത്തിമ എന്ന ഈ 8 വയസ്സുകാരിയുടെ ഈ ബ്രെയിൻ ട്യൂമറായിട്ട് നിൽക്കുന്ന ഈ കുട്ടിക്ക് മുന്നോട്ട് ചികിത്സിക്കുവാനുള്ള യാതൊരു തരത്തിലുള്ള കഴിവുമില്ലാതെ ഈ പാവപ്പെട്ട നിർദ്ധരായ ഈ കുടുംബത്തെ ഞങ്ങളെല്ലാവരും കഴിയുന്ന എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തുകൊണ്ട് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഒരുമയോടെ നിന്ന് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ എല്ലാവരും തന്നെ മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരം പറയാനുള്ളത്. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? ഇല്ല, എല്ലാ 2 മാസം കൂടുമ്പോഴാണ് നമ്മളിത് ചെയ്യുന്നത്. 50 മണിക്കൂർ. ഇത് നമ്മുടെ ടീമംഗമാണ് സജീർ തില്ലങ്കേരിയാണ്. നമ്മളെ എപ്പോഴാണ് നമ്മൾ തുടങ്ങി, എപ്പോഴാണോ നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതലേ നമ്മുടെ കൂടെയുള്ള ഒരു കലാകാരനാണ്. പിന്നെ ഈ അസുഖത്തിന്റെ മാത്രമല്ല അത് വേറെയും അറിയാറില്ല. കുട്ടികൾക്കുള്ള അസുഖം മാത്രം. കുട്ടികളുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അതായത് അസുഖപരമായ കാര്യങ്ങൾ നമ്മൾ ഒരു 50 മണിക്കൂർ നമ്മളെല്ലാവരും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഗവൺമെൻറ് സ്റ്റാഫ് 1-2 പേരേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 50 മണിക്കൂർ 2 മാസം കൂടുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കും. ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. അയ്യോ, അങ്ങനെ ഒന്ന് ഇല്ലാതെ പോകട്ടെ. അതായത് നമ്മൾ അസുഖം ഇല്ലാതിരിക്കട്ടെ. അസുഖം വന്ന കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ആരോഗ്യം മനസ്സും വേണം. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് എല്ലാവർക്കും എത്തിക്കണം അല്ലേ? യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇവരോടൊന്ന് പറയാൻ എന്താണ്, എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാൻ. എല്ലാവരോടും പറയാനുള്ളത് മാക്സിമം നമ്മൾ വീഡിയോകളൊന്ന് കാണുക, മാക്സിമം നമ്മുടെ അടുത്ത വീഡിയോകളൊന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഏകദേശം ഒരു 10 രൂപ, കേവലം ഒരു 10 രൂപ വീതം നമ്മൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്ന ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ 1,00,000 പേരടങ്ങിയ 10 ലക്ഷം രൂപയെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന വെറും ഒരു 10 രൂപയാണ്. ആ 10 രൂപ കൊണ്ട് ആ ഒരു കുടുംബം അല്ലെങ്കിൽ ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അതിൽ പരം പുണ്യം ഈ ലോകത്ത് മറ്റൊന്നുമില്ല. നമ്മൾ കുറേ ക്ഷേത്രങ്ങളിലും കുറേ പള്ളിയിലും കൊണ്ട് ചെരിക്കുന്ന ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്ന ഒരാളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല. നമ്മുടെ കടമയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ കർമ്മമാണ് നമ്മുടെ പ്രാർത്ഥന. ബൈ. ഇവരൊക്കെ നല്ല കലാകാരന്മാരാണ്. നന്നായിട്ട് പാട്ട് ഭയങ്കര പാട്ട് പാടുന്നതായിരുന്നു. ആ പാട്ട് ഇവിടെ മ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നു. യൂട്യൂബിന് കോപ്പിറൈറ്റ്, അതായത് മ്യൂസിക് വരുമ്പോൾ കോപ്പിറൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ടീം എന്ന് പറഞ്ഞാൽ 50 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3 ദിവസത്തിനടുത്ത് തന്നെ വരും. 2 ദിവസവും അതുപോലെ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടവും ചാട്ടവും എല്ലാം ആകുമ്പോൾ 3 ദിവസം തന്നെ ഇവർ ജോലി എല്ലാം സാധാരണക്കാരാണ് എല്ലാവരും. അപ്പോൾ അവർ ജോലി പോലും ഉപേക്ഷിച്ചിട്ട് ഇത് പാവം കുരുന്നിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹായം തീർച്ചയായിട്ടും വേണം. അതുപോലെ ഇവർ ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ ഒന്നും അറിയില്ല. അങ്ങനെ ഇവർ ഓടി നടന്നിട്ട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പലരും കൊടുക്കുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളാൽ കഴിയുന്ന ഒരു പൈസ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണമെന്ന് ഞാനും കൂടി അഭ്യർത്ഥിക്കുന്നു. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുമ്പോൾ ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള മാരക രോഗം കൂടി വന്നാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പ്ലീസ് ഒന്ന് സഹായിക്കൂ എല്ലാവരും. തരാണ്ട് നാളെ ചാനൽ വരുമ്പോൾ നിങ്ങളെ മുമ്പിൽ വെറുതെ ഇങ്ങനെ അത് നോക്കിക്കുന്ന സഹിച്ചാ എന്താ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുരുന്നിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പാടുന്നവർ പാടുന്നു, അതുപോലെ തന്നെ പലരുടെയും നേർക്ക് കൈ നീട്ടിയിട്ടാണ് 5-10 രൂപ സമാഹരിച്ചിട്ട് 1-2 ലക്ഷങ്ങളൊക്കെ ആവുന്നത്. കൂടുതൽ പൈസ കൊടുക്കാൻ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സഹായിക്കണം. ഇവർക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഇവർ സമാഹരിച്ചിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുകയാണ്. അപ്പോൾ ആ കുരുന്നിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഇവർ
കുറേ കാലം കൊണ്ട് ഈ ഒരു സംഭവം തുറന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും ഒന്ന് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് സഹായിക്കൂ പ്ലീസ്. സന്തോഷ് കാവുമ്പായി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, സഹായങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഇതിൽ കൂടുതൽ ഇനി ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്കറിയാം, ബ്രെയിൻ ട്യൂമർ പോലത്തെ മാരക രോഗം വന്നാൽ എത്രമാത്രം പൈസ അതിന് വേണം, അതെങ്ങനെ സമാഹരിക്കും, അതും വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ആവുമ്പോൾ വളരെയധികം വിഷമമാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായം, 5 രൂപയായാലും 5 രൂപ, സന്തോഷ് പറഞ്ഞ പോലെ തന്നെ 10 രൂപയാണെങ്കിൽ 10 രൂപ, ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം.